നിങ്ങളൊന്ന് നിർത്തി ചിന്തിക്കൂ. ഞാൻ നിങ്ങളോട് പറയുകയാണ്, ധനികനാകാനുള്ള യഥാർത്ഥ രഹസ്യം ഇത്രമാത്രം. നിങ്ങൾ പൂർണ്ണമായ വിശ്വാസത്തോടും ആത്മവിശ്വാസത്തോടും കൂടി തുടർച്ചയായി പറയുക, ഞാൻ ധനികനാണ് എന്ന്. ഒരുപക്ഷെ നിങ്ങൾ ഇപ്പോൾ ചിരിക്കുന്നുണ്ടാവാം. നിങ്ങൾ വിചാരിക്കും, ഇതൊരു എളുപ്പമുള്ള കാര്യമാണെങ്കിൽ എല്ലാവരും ശതകോടീശ്വരന്മാരായി പോവില്ലേ? പക്ഷേ സത്യമിതാണ്, 97% ആളുകൾക്കും ഈ രഹസ്യം ഒട്ടും അറിയില്ല. അറിയുന്ന ചുരുക്കം ചിലരാകട്ടെ അത് ഹൃദയപൂർവ്വം വിശ്വസിക്കുന്നുമില്ല. അതുകൊണ്ടാണ് ലോകത്ത് വെറും 3% ആളുകൾക്ക് മാത്രമേ യഥാർത്ഥത്തിൽ സമ്പന്നരും വിജയികളുമാകാൻ കഴിയുന്നുള്ളൂ. സുഹൃത്തുക്കളെ, ഇന്നത്തെ ഈ യാത്ര ബോബ് പ്രോക്ടറുടെ ആ അത്ഭുതകരമായ ചിന്തയിലേക്കാണ്. ലക്ഷക്കണക്കിന് ആളുകളുടെ വിധി മാറ്റിയെഴുതിയ ചിന്തയാണത്. ഈ രഹസ്യത്തിന്റെ ഓരോ വശവും ഞാൻ നിങ്ങൾക്ക് ആഴത്തിൽ വിശദീകരിച്ചു തരും. ഇതൊരു സാധാരണ പ്രഭാഷണം മാത്രമല്ല, നിങ്ങളുടെ ആത്മാവിനെ ഉള്ളിൽ നിന്ന് ചലിപ്പിക്കുന്ന ഒരനുഭവമായിരിക്കും. അതിനാൽ അവസാനം വരെ നിങ്ങൾ തീർച്ചയായും കൂടെയുണ്ടാവണം. കാരണം ഈ കഥയിൽ എവിടെയോ നിങ്ങളുടെ പ്രതിബിംബം ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് വിശ്വസിക്കൂ. മുന്നോട്ടു പോകുന്നതിനു മുമ്പ് സുഹൃത്തുക്കളെ, ഞങ്ങളുടെ ഈ പരിശ്രമം വിജയിപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്നുതന്നെ ഞങ്ങളുടെ ചാനൽ മെമ്പർഷിപ്പിൽ ചേരുക. അതിലൂടെ നിങ്ങൾക്ക് എക്സ്ക്ലൂസീവ് വീഡിയോകളും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കും. നിങ്ങളുടെ ചെറിയൊരു പിന്തുണ മതി ഇതുപോലുള്ള ശാസ്ത്രീയ വീഡിയോകൾ ഞങ്ങൾ നിങ്ങൾക്കായി തുടർന്നും കൊണ്ടുവരാൻ. ദാരിദ്ര്യത്തിന്റെ കെണിയും ബോബ് പ്രോക്ടറുടെ രഹസ്യവും. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു ശിശു ജനിക്കുമ്പോൾ അവൻ ധനികനോ ദരിദ്രനോ അല്ല. അവന്റെ പോക്കറ്റ് കാലിയായിരിക്കും, എന്നാൽ അവന്റെ ആത്മാവ് എണ്ണമറ്റ സാധ്യതകൾ നിറഞ്ഞതാണ്. പതുക്കെ പതുക്കെ സമൂഹം അവനെ പഠിപ്പിക്കുന്നു, ധനം സമ്പാദിക്കുക പ്രയാസമാണ്, പണം മരത്തിൽ കായ്ക്കില്ല, ധനികർ എപ്പോഴും സ്വാർത്ഥരാണ്, നമ്മൾ കഠിനാധ്വാനം ചെയ്യണം, അപ്പോൾ മാത്രമേ കുറച്ചെങ്കിലും പണം ലഭിക്കൂ. ഇതാണ് ഏറ്റവും വലിയ തെറ്റ്. സമ്പന്നത ചില തെരഞ്ഞെടുക്കപ്പെട്ടവർക്കു വേണ്ടി മാത്രമുള്ളതാണ് എന്ന ധാരണ ചെറുപ്പം മുതലേ നമ്മുടെ മനസ്സിൽ ആഴത്തിൽ ഉറപ്പിക്കപ്പെടുന്നു. ഇവിടെയാണ് 97% ആളുകൾ കുടുങ്ങിപ്പോകുന്നത്. നിങ്ങൾ ധനികനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം മാനസിക തലത്തിൽ ധനികനാകാൻ പഠിക്കണമെന്ന് ബോബ് പ്രോക്ടർ പറയുന്നു. ഇതിന്റെ ലളിതമായ അർത്ഥമിതാണ്: സമ്പന്നത എന്നത് പുറമേയുള്ള ഒരു കാര്യമല്ല, അത് ഉള്ളിൽ നിന്ന് ജനിക്കേണ്ട ഒരവസ്ഥയാണ്. നിങ്ങൾ മനസ്സുകൊണ്ട് ഞാൻ ധനികനാണ് എന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ ബാഹ്യ സാഹചര്യങ്ങളും മാറി ആ യാഥാർത്ഥ്യത്തെ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരും. ഇതൊരു മാന്ത്രിക വിദ്യയല്ല, മറിച്ച് ഊർജ്ജത്തിന്റെയും പ്രകമ്പനത്തിന്റെയും നിയമമാണ്. ലോ ഓഫ് വൈബ്രേഷൻ ഇതിനു പിന്നിൽ. നിങ്ങളുടെ മനസ്സ് ഒരു കാന്തമാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, നിങ്ങളുടെ മനസ്സ് ഒരു കാന്തമാണ്. നിങ്ങൾ വീണ്ടും വീണ്ടും പറയുമ്പോൾ ഞാൻ പാവപ്പെട്ടവനാണ്, അതേ ഊർജ്ജം നിങ്ങളിലേക്ക് തിരികെ വരുന്നു. എന്റെ കയ്യിൽ പണമില്ല, എന്റെ ഭാഗ്യം മോശമാണ്. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കാന്തത്തിൽ ദാരിദ്ര്യത്തിന്റെ ചിത്രം ഒട്ടിച്ചുവെക്കുകയാണ്. ഈ കാന്തം പുറത്തുനിന്ന് അതേ കാര്യങ്ങൾ വലിച്ചെടുത്തു കൊണ്ടുവരുന്നു: കടം, ദുഃഖം, ബുദ്ധിമുട്ട്. എന്നാൽ നിങ്ങൾ ഈ പ്രഖ്യാപനം ചെയ്യാൻ തുടങ്ങുമ്പോൾ, ഞാൻ ധനികനാണ്, എന്റെ ജീവിതം അവസരങ്ങൾ നിറഞ്ഞതാണ്, എന്റെ അടുത്തേക്ക് അളവില്ലാത്ത ധനം വന്നുകൊണ്ടിരിക്കുന്നു, അപ്പോൾ നിങ്ങളുടെ കാന്തം മാറുന്നു. ഇപ്പോൾ അത് സമ്പന്നതയെ ആകർഷിക്കാൻ തുടങ്ങുന്നു. ഇവിടെ ഒരു ചോദ്യം ഉയരുന്നു: വെറുതെ പറഞ്ഞാൽ ധനികനാകാൻ കഴിയുമോ? ഉത്തരം: അതെ. പക്ഷെ ഒരൊറ്റ വ്യവസ്ഥയുണ്ട്. പറയുമ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ടായിരിക്കണം. നിങ്ങൾ ഞാൻ ധനികനാണ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സും ഹൃദയവും ഈ വാചകത്തെ അനുഭവിക്കണം. ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ സ്വർണ്ണ കാറുകൾ നിർത്തിയിട്ടുണ്ട്, ബാങ്ക് അക്കൗണ്ടിൽ കോടിക്കണക്കിന് പണമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നണം. ഇതാണ് വിഷ്വലൈസേഷന്റെ ദൃശ്യവൽക്കരണം, ശക്തി. ഇനി ചിന്തിക്കൂ, എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് 5 മിനിറ്റ് കണ്ണാടിയിൽ നോക്കി നിങ്ങൾ പൂർണ്ണ ആത്മവിശ്വാസത്തോടെ പറയുന്നു: ഞാൻ ധനികനാണ്, ഞാൻ വിജയിയാണ്, ഞാൻ സന്തുഷ്ടനാണ്. പതുക്കെ പതുക്കെ നിങ്ങളുടെ തലച്ചോറ് നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ മാറ്റാൻ തുടങ്ങും. നിങ്ങളുടെ തീരുമാനങ്ങൾ മാറും, അവസരങ്ങൾ വർദ്ധിക്കും, സമ്പന്നതയിലേക്ക് നയിക്കുന്ന വഴിയിലേക്ക് നിങ്ങൾ ആകർഷിക്കപ്പെടും. ഇതാണ് 97% ആളുകൾക്കറിയാത്ത രഹസ്യം. സമ്പന്നതയുടെ വിത്തും 3% ആളുകളും. ഈ യാത്രയെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുക. ഒരു വ്യക്തി ദിവസവും പറയുന്നു: എന്റെ കയ്യിൽ പണമില്ല. പ്രപഞ്ചം ആ വാചകം കേട്ട് പറയുന്നു: ശരി, നിനക്ക് അതുതന്നെ കിട്ടും, പണമില്ലായ്മ. എന്നാൽ എന്റെ കയ്യിൽ അനന്തമായ പണമുണ്ട് എന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ടി പ്രപഞ്ചം വഴികൾ തുറക്കാൻ തുടങ്ങുന്നു. എവിടെ നിന്നോ പുതിയ ബിസിനസ് ആശയം വരും, എവിടെ നിന്നോ സഹായം ലഭിക്കും, പെട്ടെന്നൊരവസരം വാതിലിൽ മുട്ടും. ഇതൊരു യാദൃച്ഛികതയല്ല, ഇത് ആകർഷണ നിയമമാണ്, ലോ ഓഫ് അട്രാക്ഷൻ. ബോബ് പ്രോക്ടർ ഇത് തന്റെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞതാണ്. ഒരു കാലത്ത് അദ്ദേഹത്തിന് ജോലിയുണ്ടായിരുന്നില്ല, പണമുണ്ടായിരുന്നില്ല, സ്വപ്നങ്ങൾ തകർന്നിരുന്നു. പക്ഷെ അദ്ദേഹം ഞാൻ ധനികനാണ് എന്നതിനെ ജീവിക്കാൻ തുടങ്ങി. അദ്ദേഹം പുസ്തകങ്ങൾ വായിച്ചു, ധനികരുമായി ഇടപഴകാൻ തുടങ്ങി, തന്നെ ധനികനായി കണക്കാക്കാൻ തുടങ്ങി. അതിന്റെ ഫലമിതാണ്: കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ അദ്ദേഹം കോടീശ്വരനായി മാറിയെന്ന് മാത്രമല്ല, ലോകത്തിനു മുഴുവൻ ഈ രഹസ്യം പഠിപ്പിക്കാനും തുടങ്ങി. ആത്മാവിനെ ചലിപ്പിക്കുന്ന ഗാഢമായ പരിശീലനം. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു ഗാഢമായ പരിശീലനം പറഞ്ഞുതരാം. ഇത് നിങ്ങളുടെ ആത്മാവിനെ ചലിപ്പിക്കും.
എല്ലാ രാത്രിയിലും ഉറങ്ങുന്നതിനു മുമ്പ് നിങ്ങളുടെ കണ്ണുകൾ അടച്ച് നിങ്ങളുടെ കയ്യിൽ പണക്കെട്ടുകളുണ്ടെന്ന് സങ്കൽപ്പിക്കുക. ആ നോട്ടുകളുടെ ഗന്ധം നിങ്ങൾ ശ്വസിക്കുന്നു, അവ എണ്ണുന്നു എന്നനുഭവിക്കുക. എന്നിട്ട് ഹൃദയപൂർവ്വം പറയുക, ഞാൻ ധനികനാണ്. ഈ നിമിഷം നിങ്ങളുടെ ആത്മാവ് ഒരു തരംഗം പ്രപഞ്ചത്തിലേക്ക് നേരിട്ടയക്കും. പ്രപഞ്ചം എപ്പോഴും നിങ്ങളുടെ ആജ്ഞകൾക്ക് ഉത്തരം നൽകുന്നു. ഓർക്കുക, ദാരിദ്ര്യം ഒരു രോഗമാണ്, സമ്പന്നത അതിനുള്ള ചികിത്സയാണ്. പക്ഷേ ഈ ചികിത്സ മരുന്നുകൊണ്ടല്ല, ചിന്ത കൊണ്ടാണ് സംഭവിക്കുന്നത്. ദരിദ്രമായ ചിന്ത നിങ്ങളെ ദരിദ്രനായി നിലനിർത്തും. ധനികമായ ചിന്ത നിങ്ങളെ ധനികനാക്കും. നിങ്ങൾ ഏത് ചിന്തയെ സ്വീകരിക്കുന്നു എന്നതിൽ മാത്രമാണ് വ്യത്യാസം. ഈ വീഡിയോ കാണുന്ന ലക്ഷക്കണക്കിന് ആളുകളിൽ ഈ വാചകം പൂർണ്ണ വിശ്വാസത്തോടെ പറയാൻ തുടങ്ങുന്നവർ മാത്രമേ മാറുകയുള്ളൂ, ഞാൻ ധനികനാണ്. ബാക്കിയുള്ള 97% ആളുകൾ ഇതിനെ തമാശയായി കണക്കാക്കും. അവർ എവിടെയാണോ അവിടെ തന്നെ തുടരും. എന്നാൽ നിങ്ങൾ, അതെ, ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ഒരു തെരഞ്ഞെടുപ്പുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ മുതൽ ധനികരുടെ ലോകത്തേക്ക് കാലെടുത്തു വയ്ക്കാം. അതുകൊണ്ട് ഇന്നു മുതൽ, ഇപ്പോൾ മുതൽ നിങ്ങളുടെ ജീവിതത്തിന്റെ പുതിയ അധ്യായം ആരംഭിക്കുക. എല്ലാ രാവിലെയും രാത്രിയിലും 3 തവണ പൂർണ്ണ വിശ്വാസത്തോടെ പറയുക, ഞാൻ ധനികനാണ്, ഞാൻ ധനികനാണ്, ഞാൻ ധനികനാണ്. എന്നിട്ട് നോക്കൂ, നിങ്ങളുടെ ചുറ്റുമുള്ള ലോകം എങ്ങനെ മാറാൻ തുടങ്ങുമെന്ന്. വിശ്വാസത്തിന്റെ ശക്തിയും കർമ്മവും. സുഹൃത്തുക്കളെ, ഇത്രയും വലിയൊരു ശക്തി വെറും ഒരു വാചകത്തിലൂടെ ഉണർത്താൻ കഴിയുമെങ്കിൽ പിന്നെ എന്തിനാണ് ആളുകൾ ഇത് അവഗണിക്കുന്നത്? എന്തിനാണ് ആളുകൾ വീണ്ടും പഴയ വഴികളിലൂടെ നടക്കുന്നത്? ഉത്തരം വളരെ ലളിതമാണ്. കാരണം മിക്ക ആളുകളും വിശ്വസിക്കുന്നില്ല. അവർ ഞാൻ ധനികനാണ് എന്ന് പറയുന്നു. പക്ഷേ ഉള്ളിൽ അവരുടെ ഹൃദയം പറയുന്നു, ഇല്ല, ഇത് കള്ളമാണ്. എന്റെ കയ്യിൽ പണമില്ലല്ലോ. ഇതാണ് ഏറ്റവും വലിയ തടസ്സം. ഇവിടെയാണ് 97% ആളുകളും തോൽവി സമ്മതിക്കുന്നത്. എന്നാൽ ഈ വിശ്വാസത്തെ മുറുകെ പിടിക്കുന്ന, തങ്ങളുടെ ഹൃദയത്തെയും മനസ്സിനെയും ഒന്നാക്കുന്ന 3% ആളുകൾ, അവരാണ് ചരിത്രം തിരുത്തിയെഴുതുന്നത്. ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം പറയാം. നിങ്ങളൊരു വിത്ത് പാകുന്നു എന്ന് സങ്കൽപ്പിക്കുക. എന്നിട്ട് അടുത്ത ദിവസം തന്നെ മണ്ണ് മാന്തി നോക്കിയാൽ മുള വന്നിട്ടുണ്ടോ എന്ന് പരിശോധിച്ചാൽ എന്ത് സംഭവിക്കും? വിത്ത് നശിച്ചുപോകും. എന്നാൽ നിങ്ങൾ ദിവസവും വെള്ളം നൽകുന്നു, വെയിൽ കിട്ടാൻ അനുവദിക്കുന്നു, ക്ഷമയോടെ കാത്തിരിക്കുന്നുവെങ്കിൽ കുറച്ചു സമയത്തിനുള്ളിൽ ആ വിത്ത് ചെടിയാകും, പിന്നെ മരമാകും. ഞാൻ ധനികനാണ് എന്നതും ഒരു വിത്താണ്. നിങ്ങൾ ഇന്ന് പാകി നാളെ തന്നെ ഫലം തേടിയാൽ നിങ്ങൾ അതിനെ ഇല്ലാതാക്കും. എന്നാൽ നിങ്ങൾ ദിവസവും ഇത് ആവർത്തിക്കുന്നു, വിശ്വസിക്കുന്നു, അതിനനുസരിച്ച് നിങ്ങളുടെ കർമ്മങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ഒരു ദിവസം ഈ വാചകം യാഥാർത്ഥ്യമായി മാറും. 2 ജീവിതങ്ങൾ, അകത്തും പുറത്തും. ഇവിടെ മറ്റൊരു രഹസ്യമുണ്ട്. ബോബ് പ്രോക്ടർ പറയുന്നു, മനുഷ്യൻ 2 ജീവിതങ്ങൾ ജീവിക്കുന്നു. ഒന്ന് അകത്ത്, മറ്റൊന്ന് പുറത്ത്. പുറത്തുള്ള ലോകം അകത്തുള്ള ലോകത്തിന്റെ പ്രതിഫലനമാണ്. അതായത് ഉള്ളിൽ നിങ്ങൾ ധനികനാണെങ്കിൽ പുറത്തും ധനികനാകുന്നത് ഉറപ്പാണ്. എന്നാൽ ഉള്ളിൽ നിങ്ങൾ ദരിദ്രനാണെങ്കിൽ പുറത്ത് എത്ര കഠിനാധ്വാനം ചെയ്താലും കാര്യമായ മാറ്റമൊന്നുമുണ്ടാകില്ല. അതുകൊണ്ട് സമ്പന്നത പുറത്തുനിന്ന് വരുന്നതല്ല, അത് ഉള്ളിൽ നിന്ന് വരുന്നു. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു ശക്തമായ പരിശീലനം പറഞ്ഞുതരാം. എല്ലാ രാവിലെയും നിങ്ങൾ ഉണരുമ്പോൾ ആദ്യം കണ്ണാടിയിൽ നോക്കുക. നിങ്ങളുടെ കണ്ണുകളിൽ നോക്കി പറയുക, ഞാൻ ധനികനാണ്, ഞാൻ ധനികനാണ്, ഞാൻ ധനികനാണ്. എന്നിട്ട് ഒരു നിമിഷം നിർത്തി നിങ്ങളുടെ ചുറ്റും പ്രകാശം പരക്കുന്നു. നിങ്ങൾ ഇപ്പോഴേ ധനവാനാണ് എന്നനുഭവിക്കുക. അതിനുശേഷം ദിവസം മുഴുവൻ പണമില്ലായ്മ, പ്രശ്നം, ബുദ്ധിമുട്ട് എന്നിങ്ങനെയുള്ള ഏതെങ്കിലും നെഗറ്റീവ് ചിന്ത വന്നാൽ ഉടൻ തന്നെ അതിനെ മുറിച്ചുകളയുക. എന്നിട്ട് അതേ വാചകം ആവർത്തിക്കുക, ഞാൻ ധനികനാണ്. ഓർക്കുക, ഈ വാചകം വെറും വാക്കുകളല്ല, മറിച്ച് അതൊരു ഊർജ്ജമാണ്. ചിന്തയും കർമ്മവും തമ്മിലുള്ള ബന്ധം. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ലോകത്തിലെ വലിയ കോടീശ്വരന്മാരും ശതകോടീശ്വരന്മാരും എന്താണ് വ്യത്യസ്തമായി ചെയ്യുന്നത്? അവർ ഒരിക്കലും തങ്ങളെക്കുറിച്ച് ദാരിദ്ര്യമുള്ള വാക്കുകൾ ഉപയോഗിക്കാറില്ല. അവർ എപ്പോഴും അവസരം, വളർച്ച, സമൃദ്ധി എന്നിവയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് അവർക്കെപ്പോഴും പുതിയ അവസരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഏറ്റവും പാവപ്പെട്ട വ്യക്തിക്ക് പോലും ചിന്ത മാറ്റിയാൽ ധനികനാകാൻ കഴിയുന്നത്. സുഹൃത്തുക്കളെ, ഈ ലോകത്ത് 2 തരം ആളുകളുണ്ട്. 1, എന്റെ കയ്യിൽ മാർഗങ്ങളില്ല എന്ന് പറയുന്നവർ. 2, എന്റെ കയ്യിലെല്ലാമുണ്ട്, എനിക്കതിനെ തിരിച്ചറിയണം എന്ന് പറയുന്നവർ. ആദ്യത്തെ കൂട്ടർ എപ്പോഴും മറ്റുള്ളവരെ ആശ്രയിച്ചിരിക്കുന്നു, സാഹചര്യങ്ങളെ പഴിക്കുന്നു. എന്നാൽ രണ്ടാമത്തെ കൂട്ടർ സ്വന്തമായി സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നു. ഇതെല്ലാം ആരംഭിക്കുന്നത് ഒരൊറ്റ ചിന്തയിൽ നിന്നാണ്, ഞാൻ ധനികനാണ്. ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കൂ. നിങ്ങൾ പണത്തെക്കുറിച്ച് ആശങ്കപ്പെടുമ്പോൾ പ്രശ്നം കൂടുതൽ വഷളാകുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്നാൽ നിങ്ങൾ ഹൃദയപൂർവ്വം സന്തോഷിച്ചിരിക്കുമ്പോൾ, അവസരങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് വഴികൾ തുറക്കുന്നത് നിങ്ങൾ കാണാറില്ലേ? ഇതൊരു യാദൃശ്ചികതയല്ല. ഇതാണ് നിങ്ങളുടെ വിചാരങ്ങളുടെ പ്രകമ്പനം. ദാരിദ്ര്യത്തിന്റെ പ്രകമ്പനം ദാരിദ്ര്യത്തെ ആകർഷിക്കുന്നു. സമ്പന്നതയുടെ പ്രകമ്പനം സമ്പന്നതയെ ആകർഷിക്കുന്നു. അതുകൊണ്ടാണ് ബോബ് പ്രോക്ടർ പറയുന്നത്,
നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് നമ്മളായി മാറുന്നു. പണം വരുന്നത് ചിന്തയിൽ നിന്നാണ്, കഠിനാധ്വാനത്തിൽ നിന്നല്ല. സുഹൃത്തുക്കളെ, നമ്മൾ അവിടെ നിന്ന് തുടരുകയാണ്. ധനികനാകാനുള്ള ആദ്യത്തെ രഹസ്യം ഞാൻ ധനികനാണ് എന്ന് പറയുകയും അത് പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുകയും ചെയ്യുക എന്നതാണ്. പക്ഷെ വെറും പറഞ്ഞാൽ മാത്രം പോരാ. യഥാർത്ഥ കളി വികാരത്തിലാണ്. നിങ്ങൾ എന്തനുഭവിക്കുന്നുവോ അതാണ് യാഥാർത്ഥ്യമാകുന്നത് എന്ന് പ്രോക്ടർ ആവർത്തിച്ചു പറയുന്നു. അതുകൊണ്ട് നിങ്ങൾ ഞാൻ ധനികനാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉള്ളിൽ അതനുഭവിക്കണം. അതെ, ഞാൻ ശരിക്കും ധനികനാണ് എന്ന് നിങ്ങൾക്ക് തോന്നണം. നിങ്ങൾ സ്വപ്നം കാണുന്ന ജീവിതം ഇപ്പോൾ തന്നെ ജീവിക്കുകയാണെന്ന് നിങ്ങൾക്ക് തോന്നണം. നിങ്ങളുടെ മനസ്സിൽ കോടിക്കണക്കിന് രൂപയുണ്ടെങ്കിൽ ആ പണം കൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് സങ്കൽപ്പിക്കുക. നിങ്ങളുടെ മാതാപിതാക്കൾക്ക് പുതിയ വീട് വാങ്ങുന്നുണ്ടോ? നിങ്ങൾ സമൂഹത്തെ സേവിക്കുന്നുണ്ടോ? നിങ്ങളുടെ മക്കൾക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം നൽകുന്നുണ്ടോ? നിങ്ങളിതനുഭവിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ആത്മാവ് അതേ തരംഗത്തിൽ പ്രകമ്പനം കൊള്ളാൻ തുടങ്ങും. ഓർക്കുക, പ്രകമ്പന നിയമമാണ് ആകർഷണ നിയമത്തിന്റെ അടിസ്ഥാനം. നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും സമൃദ്ധിയുടെ തിരമാലകളാണ് അയക്കുന്നതെങ്കിൽ പ്രപഞ്ചവും അതുതന്നെ നിങ്ങൾക്ക് തിരികെ നൽകും. ഈയൊരു പോയിന്റിലാണ് 97% ആളുകളും തെറ്റിപ്പോകുന്നത്. അവർ പറയുന്നു, പക്ഷേ അനുഭവിക്കുന്നില്ല. ഒരു ചെറിയ പരിശീലനം. ഇന്ന് തന്നെ ഒരു കോപ്പിയും പേനയും എടുക്കുക. ഏറ്റവും മുകളിൽ എഴുതുക, ഞാൻ ധനികനാണ്. അതിനുശേഷം താഴെ എഴുതുക, എന്റെ കയ്യിൽ ഇപ്പോൾ കോടിക്കണക്കിന് രൂപയുണ്ടെങ്കിൽ ഞാൻ ആദ്യം എന്തു ചെയ്യും? നിങ്ങൾ കാണും, നിങ്ങളുടെ ആത്മാവ് ഉടൻ ഉത്തരം നൽകും. ചിലർ എഴുതും, മാതാപിതാക്കളുടെ സ്വപ്നം പൂർത്തിയാക്കും. ചിലർ എഴുതും, സാമൂഹ്യ സേവനം ചെയ്യും. ചിലർ എഴുതും, പുതിയ വീടും കാറും വാങ്ങും. നിങ്ങൾ എന്തെഴുതുന്നുവോ അതാണ് നിങ്ങളുടെ യഥാർത്ഥ ആഗ്രഹങ്ങളുടെ ചിത്രം. ഈ ചിത്രമാണ് പ്രപഞ്ചത്തിന് ആജ്ഞ നൽകുന്നത്. 3 വലിയ തെറ്റുകൾ. ബോബ് പ്രോക്ടർ പറയുന്നു, മനുഷ്യന് 2 ലോകങ്ങളുണ്ട്, ചിന്തയുടെ ലോകവും യാഥാർത്ഥ്യത്തിന്റെ ലോകവും. ചിന്ത ആദ്യം മാറുന്നു, യാഥാർത്ഥ്യം പിന്നീട്. നിങ്ങൾ ആദ്യം മനസ്സിൽ ധനികനായാൽ പുറം ലോകവും നിങ്ങളെ ധനികനാക്കാൻ നിർബന്ധിതമാകും. നമ്മുടെ ചിന്ത പോലെയാണ് നമ്മുടെ സൃഷ്ടി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതൊരു മതപരമായ വാചകമല്ല, ഇതൊരു ശാസ്ത്രമാണ്. ഇനി ആളുകൾ ചെയ്യുന്നതും സമ്പന്നതയിൽ നിന്ന് അകന്നുപോകുന്നതുമായ 3 വലിയ തെറ്റുകൾ നോക്കാം. 1. സംശയം, ഡൗട്ട് പ്രകടിപ്പിക്കുക. ആളുകൾ പറയുന്നു, ഞാൻ ധനികനാണ്. പക്ഷേ ഉടൻ മനസ്സ് പറയുന്നു, ഇല്ല, ഇത് കള്ളമാണ്. ഓർക്കുക, സംശയം സമ്പന്നതയുടെ ഏറ്റവും വലിയ ശത്രുവാണ്. 2. താരതമ്യം ചെയ്യുക, കമ്പയറിംഗ്. ആളുകൾ മറ്റുള്ളവരെ നോക്കി പറയുന്നു, അവന്റെ കയ്യിൽ ഒരുപാടുണ്ട്, എന്റെ കയ്യിൽ ഒന്നുമില്ല. താരതമ്യം ചെയ്യുമ്പോൾ നിങ്ങളുടെ ഊർജം ദുർബലമാകുന്നു. നിങ്ങൾ പ്രപഞ്ചത്തിന് സന്ദേശം നൽകുന്നു, ഞാൻ പാവപ്പെട്ടവനാണ്. 3. ഭാവിയിലേക്ക് മാറ്റിവെക്കുക, പോസ്റ്റ്പോണിംഗ്. ആളുകൾ പറയുന്നു, ശരി, ഞാൻ പിന്നെ ചിന്തിക്കാം, നാളെ മുതൽ പരിശീലിക്കാം. പക്ഷേ നാളെ ഒരിക്കലും വരുന്നില്ല. ഇപ്പോൾ തുടങ്ങുന്നവനാണ് വിജയിക്കുന്നത്. നിങ്ങൾ ഈ തെറ്റുകൾ ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഇന്നു മുതൽ അവ ഉപേക്ഷിക്കുക. എല്ലാ രാവിലെയും വൈകുന്നേരവും ഈ വാചകം പറയുക, ഞാൻ ധനികനാണ്. പണത്തെ സ്വീകരിക്കാനുള്ള മനോഭാവം. ഇനി ഞാൻ നിങ്ങൾക്ക് മറ്റൊരു രഹസ്യം പറഞ്ഞുതരാം. പണം വരുന്നത് കഠിനാധ്വാനത്തിൽ നിന്നല്ല, ചിന്തയിൽ നിന്നാണ്. ഇത് കേട്ട് ആളുകൾ അമ്പരയ്ക്കും, പക്ഷെ ഇത് സത്യമാണ്. നിങ്ങൾ നോക്കൂ, എത്രയോ ആളുകൾ കഠിനാധ്വാനം ചെയ്യുന്നു, രാവും പകലും വിയർപ്പൊഴുക്കുന്നു, എന്നിട്ടും ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നു. മറുവശത്ത് ചില ആളുകൾ വളരെ കുറച്ചു മാത്രമേ അധ്വാനിക്കുന്നുള്ളൂ, പക്ഷേ അവരുടെ കയ്യിൽ കോടിക്കണക്കിന് സ്വത്തുണ്ട്. വ്യത്യാസം എവിടെയാണ്? വ്യത്യാസം ചിന്തയിലാണ്. ആദ്യത്തെ കൂട്ടർ വിശ്വസിക്കുന്നു, പണം നേടുക പ്രയാസമാണ്. രണ്ടാമത്തെ കൂട്ടർ വിശ്വസിക്കുന്നു, പണം എന്റെ അടുത്തേക്ക് താനേ വരുന്നു. വിശ്വസിക്കൂ, പണം അതിനെ ക്ഷണിക്കുന്നവരുടെ അടുത്തേക്കാണ് പോകുന്നത്. ഇനി ഒരു പരിശീലനം കൂടി. നിങ്ങൾ പണം ചെലവഴിക്കുമ്പോൾ അത് 1 രൂപയായാലും 1000 ആയാലും ദേഷ്യപ്പെടരുത്. പണം പോവുകയാണ് എന്ന് ചിന്തിക്കരുത്. മറിച്ച് ആ സമയത്ത് ചിരിച്ചുകൊണ്ട് പറയുക, ഈ പണം 1000 ഇരട്ടിയായി എന്റെ അടുത്തേക്ക് തിരികെ വരും, കാരണം ഞാൻ ധനികനാണ്. ഈ ചിന്ത നിങ്ങളുടെ ചെലവിനെ നിക്ഷേപമാക്കി മാറ്റും. സുഹൃത്തുക്കളെ, ഓർക്കുക, ഞാൻ ധനികനാണ് എന്ന് പറയുന്നത് വെറും ധനത്തിനു വേണ്ടി മാത്രമല്ല. ഇത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കും. നിങ്ങൾ ഞാൻ ആരോഗ്യവാനാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശരീരം മാറാൻ തുടങ്ങും. നിങ്ങൾ ഞാൻ സന്തുഷ്ടനാണ് എന്ന് പറഞ്ഞാൽ സാഹചര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി മാറും. ഈ വാചകം നിങ്ങളുടെ ജീവിതത്തിന്റെ ഊർജ്ജത്തെ മാറ്റിമറിക്കും. പ്രപഞ്ചം ഒരു വലിയ കണ്ണാടി പോലെയാണ്. നിങ്ങൾ അതിൽ ദാരിദ്ര്യത്തിന്റെ പ്രതിച്ഛായ നൽകിയാൽ അത് തന്നെ തിരികെ നൽകും. എന്നാൽ നിങ്ങൾ അതിൽ സമ്പന്നതയുടെ പ്രതിച്ഛായ നൽകിയാൽ അത് തന്നെ തിരികെ നൽകും. അപ്പോൾ ചോദ്യം ഇതാണ്, നിങ്ങൾ അതിൽ ഏത് പ്രതിച്ഛായയാണ് നൽകാൻ ആഗ്രഹിക്കുന്നത്? ബോബ് പ്രോക്ടർ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഭാവി കാണണമെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ചിന്തയെ നോക്കുക. അതായത് നിങ്ങളുടെ നാളത്തെ ജീവിതം ഇന്നത്തെ ചിന്തയിൽ നിന്നാണ് രൂപപ്പെടുന്നത്. ഇന്ന് നിങ്ങൾ വീണ്ടും വീണ്ടും ഞാൻ ധനികനാണ് എന്ന് പറയുന്നുവെങ്കിൽ നാളെ നിങ്ങൾ തീർച്ചയായും ധനികനാകും. ഇനിയൊരു ആഴത്തിലുള്ള സത്യം, ദാരിദ്ര്യം ഒരു ശീലമാണ്, സമ്പന്നതയും ഒരു ശീലമാണ്.
ദരിദ്രരായ ആളുകൾ എപ്പോഴും പരാതി പറയുന്നു. ധനികരായ ആളുകൾ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ധനികനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നന്ദി പ്രകടിപ്പിക്കാൻ തുടങ്ങുക. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കുന്ന 3 കാര്യങ്ങൾ എഴുതുക. എന്നിട്ട് പറയുക, നന്ദി പ്രപഞ്ചമേ, ഞാൻ ധനികനാണ്. നിങ്ങളുടെ ഊർജം എങ്ങനെ മാറുമെന്ന് നോക്കൂ. സുഹൃത്തുക്കളെ, ഈ ജീവിതം വളരെ ചെറുതാണ്. ഓരോ നിമിഷവും നിങ്ങൾക്കൊരു തിരഞ്ഞെടുപ്പുണ്ട്. ദാരിദ്ര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയോ സമ്പന്നതയെക്കുറിച്ച് ചിന്തിക്കുകയോ. നിങ്ങൾ 97% ആളുകളെപ്പോലെ ജീവിക്കുകയാണെങ്കിൽ ഫലങ്ങളും അതുപോലെ തന്നെയായിരിക്കും. എന്നാൽ ഇന്നു മുതൽ നിങ്ങൾ 3% ആളുകളുടെ ചിന്തയിലേക്ക് മാറിയാൽ നിങ്ങളുടെ സ്വപ്നങ്ങളിൽ നിങ്ങൾ കാണുന്നിടത്ത് വരുംകാലം നിങ്ങളെ കൊണ്ടെത്തിക്കും. അതുകൊണ്ടാണ് ബോബ് പ്രോക്ടർ പറയുന്നത്, നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് നമ്മളായി മാറുന്നു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ചോദ്യമിതാണ്: സ്വപ്നം കാണുക മാത്രം ചെയ്യുന്ന പക്ഷേ വിശ്വസിക്കാത്ത 97% ആളുകളിൽ നിങ്ങൾ തുടരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അതോ പറയുകയും വിശ്വസിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന 3% ആളുകളിൽ? തിരഞ്ഞെടുപ്പ് നിങ്ങളുടെ കയ്യിലാണ്. ഈ തിരഞ്ഞെടുപ്പ് തുടങ്ങുന്നത് ഈ ഒരൊറ്റ വാചകത്തിൽ നിന്നാണ്: ഞാൻ ധനികനാണ്.